ഹായ്, ഞാനിപ്പം ഒരുപാട് പ്രോഗ്രാമുകൾ എൻ്റെ കൂടെ ചെയ്ത് റൊണാൾഡേട്ടൻ്റെ വീട്ടിൽ വന്നേക്കാണ്. വന്നത് വേറൊന്നുമല്ല, അണ്ണൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അണ്ണൻ്റെ 2 വണ്ടിയുണ്ട്, 2 കാറുണ്ട് അണ്ണന്. ഈ വണ്ടിയുണ്ട്. അപ്പം ഈ കാറ് അണ്ണൻ കുറച്ച് ക്ലിയർ ആക്കാനുണ്ട്. അപ്പം അതിനുവേണ്ടി വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം വന്നപ്പോൾ അണ്ണനെ കൊണ്ടൊരു പാട്ട് കൂടെ ഒന്ന് വായിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകത്തില്ലേ? ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ ഫ്യൂഷൻ പ്രോഗ്രാം മ്യൂസിക് ഏത് കച്ചേരി എന്ത് പ്രോഗ്രാമായാലും എനിക്ക് ഏറ്റവും ഇഷ്ടം അണ്ണം വായിക്കുമ്പോഴാണെങ്കിൽ പാടാനും കഴിവ് എന്ത് പറഞ്ഞാലും വായിക്കും. അത് ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു പ്രത്യേകത. അണ്ണൻ ജോലി ഇല്ലാണ്. അപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ വായിക്കുക എൻ്റെ സമയത്താണ് നമുക്കൊപ്പം പ്രോഗ്രാമിന് വരുന്നത്. അപ്പം കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രോഗ്രാം വരും. അത് അണ്ണം വന്നെങ്കിലേ അത് പൂർണ്ണമാകത്തുള്ളൂ. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അങ്ങനെയാണ്. സമയമിത പൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം. ഇതൊക്കെ കാരണം സ്റ്റേജിൽ വായിക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. റൊണാൾഡോയുടെ എൻ്റെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഞങ്ങൾ രണ്ടോടെ ഒരു ഫൈറ്റ് ഉണ്ട്. ഫ്ലൂട്ടിലും ആലാപ്പിലൊക്കെ ഒരു സംഭവമുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള ജീനിയസ് ആയിട്ട് ആർട്ടിസ്റ്റുകൾക്ക് നമുക്കൊപ്പം പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. അവരോടൊപ്പം പാടുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളിലെ ഒരു സംഗീതം ഇതിലൂടെയൊക്കെ വരുമ്പം, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം വായിക്കുന്ന ആർട്ടിസ്റ്റുകൾ പക്കയാണ്. നമുക്കൊരുപാട് എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം, നമുക്കൊരു ഹാപ്പിയായി. നമുക്ക് പണത്തിന് മേലിൽ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഇല്ലടാ. അതെ, തീർച്ചയായിട്ടും. അതാണ് എന്റെ അനിയനാണ് ഒരു പാട്ടും കൂടെ.